ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ പോയതിൻ്റെ പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തേതാട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ നല്ല തണുപ്പത്ത് ഇങ്ങനെ ഇരുന്നതാട്ടോ. അപ്പോൾ ഞാൻ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ കൊണ്ട് എടുപ്പിച്ചതായിരുന്നു ഈ വീഡിയോ. അപ്പോൾ നല്ല തണുത്തിട്ട് പുതച്ച് മൂടി അതങ്ങനെ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഫോട്ടോന് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് ഇതാക്കിയിരുന്നു എന്ന് മാത്രം. അപ്പോൾ നല്ല അടിപൊളി തണുപ്പത്താണ് ആ ഇരിക്കുന്നത്. അപ്പോഴിതാ നമ്മുടെ പരേഡെല്ലാം കഴിഞ്ഞു. പിന്നെ ഓരോരോ ടാബ്ലോ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ ഓരോരോ സ്റ്റേറ്റിൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പണി കിട്ടിയെന്ന്. ഈ പരേഡ് കാണാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. അപ്പോൾ മെട്രോനൊക്കെ വരലും ഒക്കെ ആയപ്പം അവിടെ ഞാൻ ആകെ വയ്യാതെ അവിടെ വീണ് പോയിട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഓർമ്മയില്ലാതെയൊക്കെ ആയിപ്പോയി. അങ്ങനെ ഒരു സംഭവം അതുകൊണ്ട് ഈ ഒരു റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ പോയപ്പം ഒരു സംഭവം ഉണ്ടായിട്ടോ. അപ്പോൾ അത് ഞാൻ ഒരിക്കലും മറക്കൂല. കാരണം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അന്നൊന്നും ഇങ്ങനെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ തണുപ്പടിച്ചതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓരോരോ ടാബ്ലോയും ഇങ്ങനെ കണ്ടു കേട്ടോ. അങ്ങനെ അതാ ഈ നമ്മൾ എല്ലാം വീഡിയോ എടുക്കുമ്പോൾ അതെല്ലാം മെമ്മറി ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നല്ലോ, മെമ്മറി ഫുള്ളായിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് മാത്രം എടുത്തു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുണ്ടായിരുന്നല്ലോ സ്കൂട്ടർ റാലി, അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ടാബ്ലോ ഒക്കെ എല്ലാം ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പോയപ്പം ഓരോ സ്കൂട്ടർ റാലിയും പിന്നെ മറ്റേ ജെറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എയർ ഷോയൊക്കെ, അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കുറേശ്ശെ എടുത്ത് പിന്നെ കുംഭമേളേൻ്റെ ഒരു തീം വെച്ചിട്ട് ഭയങ്കര കുറേ 10,000 ആൾക്കാർ കയറിയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് അത് രണ്ട് സൈഡിലേക്കായിട്ട് പോയിട്ട് അത് നല്ല രസമായിരുന്നേ. ഈ നമ്മൾ ഭാഗത്തേക്ക് ഒരു സൈഡും ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് കുറേ പേരുമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തതായിരുന്നു. 10,000 ആൾക്കാരാണ് ഇതിൽ പങ്കെടുത്തതെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ലാസ്റ്റിലുള്ള ഇതാട്ടോ ടാബ്ലോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഈ എയർ ഷോയും മറ്റേ സ്കൂട്ടർ റാലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാഷ്ട്രപതി തിരിച്ചു പോവായിട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ക്ലിയറായി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനത് എല്ലാവരും പിന്നെ അങ്ങനെ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകാൻ വേണ്ടി നിന്നു. പിന്നെ എല്ലാവരും മോദിജി പോവുമല്ലോ, അപ്പോൾ അതൊന്നും കൂടെ കാണാമെന്നുള്ളൊരിതിൽ ഒന്നും കൂടെ അവിടെ നിന്നിട്ടോ. പക്ഷേ മോദിജി നമ്മൾ ഇരിക്കുന്ന ആ ഭാഗം വരെ വന്നില്ല, പകുതി വരെ വന്ന് എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നിട്ട് മോദിജി തിരിച്ച് പോയതാട്ടോ. അപ്പോൾ ആദ്യം തന്നെ പിന്നെ രാഷ്ട്രപതി തിരിച്ചു പോയി. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റി കേട്ടോ അത്യാവശ്യം നന്നായിട്ട്. പിന്നെ മോദിജി പോയി. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷമാണ് ഞങ്ങളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാവരും പോയി ആ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം. അപ്പോഴേക്ക് ഏകദേശം തലവേദനയൊക്കെ കൂടിയിട്ടോ. കാരണം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ടയർഡ്. ആ സമയമായപ്പോഴേക്കും നല്ല വെയിലായിട്ടോ. ഒരു 11 മണി 11:30 ആയപ്പോൾ നല്ല വെയിലായി. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾക്ക് ആകെ തണുപ്പും അടിച്ച് ഈ വെയിലും എല്ലാം കൂടെ ആയപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി പോയതാട്ടോ. അതുകൊണ്ട് ഞാൻ പറയും ഈ പരേഡ് ഒരിക്കലും ഞാൻ മറക്കൂല 2025 ഞാൻ എപ്പോഴും ഇവിടെ ഏട്ടനോടും മോളോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ ഡാൻസാണിത്, കുംഭമേളേൻ്റെ ഒരു തീമാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.
അങ്ങനെ ഈ ഡാൻസ് എല്ലാം കഴിഞ്ഞ് അവരങ്ങനെ തിരിച്ചു പോയിട്ടോ. പിന്നെയാണ് മറ്റേ സ്കൂട്ടർ റാലിയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ എയർ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ കണ്ണൊക്കെ ഇങ്ങനെ എന്തോ പോലെ ആവുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ. അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ കാണുന്നില്ല ഒന്നാമത്തെ കാര്യം, എല്ലാം കൂടെ ആയിട്ടൊരു ഇതിലൊക്കെ ആയിട്ടോ ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്കായി കളിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയതായി വന്ന കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ പ്രത്യേകം താങ്ക്സ് പറയുന്നു കേട്ടോ.